ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ടാപ്പാട്ടോ, പിന്നെ സിസേഴ്സ്, ഇതുപോലൊരു പേപ്പർ എടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതിലോട്ട് വരയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്ത് വരയ്ക്കുന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്കൊന്ന് പിൻട്രസ്റ്റ് ആപ്പിൽ കയറിയിട്ടോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നല്ല കുറേ ഐഡിയാസ് അതിൽ നിന്ന് കിട്ടും. നമുക്ക് നമ്മുടെ ജേർണലിൽ ഒട്ടിക്കാനും സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ബുക്കിലൊക്കെ ഒട്ടിക്കാനും ഇത് നൈസായിരിക്കും. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയല്ലേ. ഇനി എന്തപ്പം, ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അവിടെ എവിടേക്ക് അങ്ങോട്ട് കൊടുക്കുക തന്നെ, എന്നിട്ട് അങ്ങോട്ട് മൊഞ്ചാക്കി എടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കാണുമ്പം അത്ര ലുക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇനിയാണ് മെയിൻ പരിപാടി. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? സ്റ്റിക്കറല്ലേ. ഇപ്പം സ്റ്റിക്ക് ചെയ്യണ്ടേ? ട്രാൻസ്പെറൻറ്റ് ടാപ്പിലേക്ക് ഓരോന്ന് എടുത്ത് ഇതുപോലെ വെക്കാം. വെക്കുമ്പം നല്ല ഭാഗം ഇതുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പിക്ചറിന് കുറച്ചൊരു ഗ്യാപ്പ് വേണം കേട്ടോ. ടാപ്പിൻ്റെ കുറച്ച് ഗ്യാപ്പ് അവിടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്കതവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫൈനലി നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡി. എങ്ങനെയുണ്ട്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.